ഫ്രണ്ട്സ് അസ്സലാമലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ കല്ലിങ്ങൽ ദർശൻ്റെ വിശേഷമായിട്ടാണ് വന്നിട്ടുള്ളത്. ആൻഡ് എല്ലാവരും ഒരുക്കി പെറുക്കി ഞങ്ങൾ താഴേക്ക് പോവുകയാണ്. ആൻഡ് അവിടെ എത്തിയപ്പോഴേക്കും ഇത് വരവ് വന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷത്തേക്കാളും ആള് കുറവാണ് പ്രാവശ്യം. ആൻഡ് ആകെ ഒരു ആനയേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ എത്തിയപ്പോ ഇങ്ങനെ ഒരു നിർത്തായിരുന്നു. സത്യം പറയാലോ, എല്ലാരും പേടിച്ചു. പിന്നെയാണ് മനസ്സിലായത് ആന നമ്പർ 2 വേണ്ടി നിന്നതായിരുന്നു അത്. പിന്നെ എനിക്ക് ആനയെ പണ്ടേ ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് ആന വരുന്ന ടൈമിൽ ഞാൻ ബാക്കിലേക്ക് മാറി നിന്നിട്ടോ. എനിക്ക് ഭയങ്കര പേടിയാണ്. വരവൊക്കെ പോയതിനു ശേഷം ഞങ്ങളിതാ കുട്ടികളായിട്ട് നേരെ പാടത്തേക്ക് ഇറങ്ങി അവർക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് സോപ്പിട്ടിട്ട് അവരെ വീട്ടിൽ കൊണ്ടാക്കിയാലല്ലേ ഞങ്ങൾക്ക് നല്ലോണം അവിടെ ആസ്വദിച്ച് നടക്കാനൊക്കെ പറ്റുള്ളൂ. സോ ഞങ്ങളിതാ ഇവിടെ വന്ന് ഇവിടെ എത്തിയ പടിച്ചാറാൻ ഇതാ വന്നപ്പോൾ മുതൽ ഇതിമ്മ തൂങ്ങാണ്. അങ്ങനെ അതൊന്ന് പൊട്ടിച്ചെടുത്തവന്. പിന്നെ കിഷിക്ക് ആകെ കൺഫ്യൂഷൻ, എന്തൊക്കെ കൂടി കണ്ടിട്ട് എന്ത് വാങ്ങിക്കണം എന്നുള്ള. അവന് അത് വേണം ഇത് വേണം, അങ്ങനെ എല്ലാവർക്കും ഓരോ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുത്തു. പിന്നെ ഇതാ ഇങ്ങനെ സ്ട്രീറ്റിൽ കാണുന്ന ഓരോന്ന് വാങ്ങിച്ചു കഴിച്ചു. അങ്ങനെ ഞങ്ങൾ നേരെ എക്സ്പോന്റെ അങ്ങോട്ടാണ് പോയത്. ആൻഡ് ഞങ്ങൾ അവിടെ ഒന്നിനും കയറിയിട്ടില്ല. രാത്രി വന്ന് കയറാന്ന് വിചാരിച്ചിട്ട് അവിടെ അങ്ങനെ ഓരോന്ന് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് പിന്നെ ഞങ്ങളുടെ മെയിൻ ആയിട്ടുള്ള പാനിപൂരി അത് കഴിച്ചു. ഇത് വീട്ടിലുണ്ടാക്കുന്ന പാനിപൂരി എന്ന് പറഞ്ഞപ്പോൾ കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കാമല്ലോ, അങ്ങനെ കഴിച്ചു. പിന്നെ ഇപ്പൊ നൈറ്റില് സറാനൊക്കെ വീട്ടിൽ കിടത്തി ഉറക്കിയിട്ട് ഇതാ വീണ്ടും ഞങ്ങൾ വരവ് കാണാൻ പോവാണ്. ഇപ്പൊ മെയിനായിട്ട് ഞങ്ങൾ പോകുന്നത് എക്സ്പോ അങ്ങോട്ടാണ്. നമ്മുടെ ജെയിൻ വീലിലൊക്കെ കയറാൻ വേണ്ടിയിട്ടാണ്. ഇതാ പോണ വഴിയിൽ സുലൈമാൻ കാക്കാൻ്റെ അവിടെ കുറച്ചു നേരം തങ്ങി. ആൻഡ് ഞങ്ങൾ നേരെ വിട്ടു അങ്ങോട്ട്. വിചാരിച്ച അത്ര തിരക്കില്ല കേട്ടോ. ഇന്ന് ഫസ്റ്റ് ഡേ ആയതുകൊണ്ടാവാം വലിയ തിരക്കില്ലായിരുന്നു. ഞങ്ങൾ മെയിൻ ഫോക്കസ് ജെയിൻ വീലിൽ കയറണം എന്നാണ്. ആൻഡ് ജെയിൻ വീല് ഇപ്രാവശ്യം നല്ല സ്പീഡിലാണ് കേട്ടോ കറങ്ങിക്കൊണ്ടിരുന്നത്. അപ്പോൾ കുറച്ച് പേടിയുണ്ടായിരുന്നു, എന്നാലും അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടായിരുന്നു. ആൻഡ് റിസ്വാനെ കയറിയില്ല കേട്ടോ, അവൾക്ക് നല്ല പേടിയാണ് ഇതൊക്കെ. അവളെ അനിയത്തി ഉണ്ടായിരുന്നു ഞങ്ങളെ കൂടെ, അവളുടെ എക്സ്പ്രഷൻ ആയിരുന്നു കേട്ടു. അത് എന്തായാലും ഞാൻ വീഡിയോയിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് കാണാം. ആൻഡ് ഞങ്ങൾ ഇതാ കയറാൻ പോവാണ്. ഞങ്ങൾ കയറുന്നതിന് മുമ്പത്തെ ടീംസ് കയറി കറങ്ങണത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നല്ല സ്പീഡുണ്ട്. കറങ്ങണേന്റെ മുമ്പ് എടുക്കാം. കറങ്ങി തുടങ്ങിയ ഞങ്ങൾ അവളെ അങ്ങനെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, ഡോറില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അവള് പിന്നെയും കൂടുതൽ ഒച്ചിട്ടോണ്ടിരിക്കുകയാണ് കേട്ടോ. അവൾക്ക് നല്ല പേടിയുണ്ട്. ക്യാമറ കണ്ടെങ്കിൽ കഴിച്ചിട്ട് കയറി പോസ് ചെയ്യാൻ നോക്കിക്കോ. അത്
കഴിഞ്ഞ് ഞങ്ങൾ നേരെ ബ്രേക്ക് ഡാൻസിലേക്കാട്ടോ കയറിയത്. ഇത് പിന്നെ വലിയ കുഴപ്പമില്ലായിരുന്നു, വെറുതെ ഇട്ട് കറക്കി കളിക്കുക അത്രയൊക്കെ തോന്നിയുള്ളൂ, അത്ര സ്പീഡും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടുന്ന് വേഗം പോകുന്നുട്ടോ. ഞങ്ങൾ പിന്നെ വരവുകളൊക്കെ വരാൻ തുടങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് പോകുന്നു. ഒരു 10 മുതൽ വെയിറ്റ് ചെയ്തിട്ട് ഞങ്ങൾക്ക് ഏകദേശം ഒരു 2 മണിയായപ്പോഴാണ് വരവ് തുടങ്ങിയത്. ആൻഡ് കുറേ വെയിറ്റ് ചെയ്തിട്ടാണെങ്കിലും അത്യാവശ്യം നല്ല 4 വരവുകൾ ഒന്നിച്ചുകൊണ്ട് വന്നു. അതുകൊണ്ട് അതങ്ങോട്ട് മുതലായി. അപ്പോൾ വരവുകളൊക്കെ വരാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതിലാണ് ആനുള്ളത്. ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ആനിന് ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് ഞാൻ ആന വരുന്ന ടൈമിൽ ബാക്കിലേക്ക് മാറി നിൽക്കട്ടോ. സഹായം തേടുകയാണ്. ഇരുവൃക്കകളും തകരാറിലായി. ഇന്ന് സെക്കൻഡ് ഡേ ആണ്. ഇന്ന് കല്ലിംഗ ദേശത്തിന്റെ പ്രോഗ്രാം ഉണ്ട് കേട്ടോ. കഴിഞ്ഞ വർഷം ഇവിടെ വെച്ച് നടന്ന ഒരു ദഫ്മുട്ടാണ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ വൈറലായത്. ഈ പ്രാവശ്യം അവിടെ വെച്ച് നല്ല പരിപാടി നടക്കുന്നുണ്ട് കേട്ടോ. അവിടെ ഗ്രൗണ്ടിൽ സ്റ്റേജൊക്കെ കെട്ടിയിട്ട് അവിടെ ശിങ്കാരിമേളയും പിന്നെ 2 ആനകളെ സൈഡിൽ നല്ല ഭംഗിയിൽ ഒരുക്കിയൊക്കെ നിർത്തിയിട്ടുണ്ട്. സോ ഞങ്ങൾ അവിടെ ഒന്ന് റൗണ്ട് അടിച്ചിട്ട് നേരെ എക്സ്പോയിലേക്ക് തന്നെ പോകാനാട്ടോ ഇന്നും ഇറങ്ങിയിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ എക്സ്പോന്റെ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. ഇന്ന് ഞങ്ങൾ തോണിയിൽ കയറാന്നാട്ടോ വിചാരിച്ചത്. ഇന്നലെ ബ്രേക്ക് ഡാൻസിലും ജെയിൻവീലിലൊക്കെ കയറിയല്ലോ, അപ്പൊ ഇന്ന് തോണിയിൽ കയറാന്ന് വിചാരിച്ചു. ഇവർക്ക് 2 പേർക്ക് പിന്നെ നല്ല ധൈര്യം ആയതുകൊണ്ട് അവരില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങളെല്ലാവരും കൂടി കയറിട്ടോ. തോണി വലിയ കുഴപ്പമില്ലായിരുന്നു, പക്ഷെ ജെയിൻവീലിന്റെ അത്ര എത്തില്ല. ആൻഡ് ഞങ്ങൾ അവിടുന്ന് പിന്നെ നേരെ നമ്മുടെ പാനിപ്പൂരി സ്പോട്ടിലേക്കാണ് വന്നത്. ഇവിടുന്ന് ഞങ്ങൾ ഒരു 3-4 പ്ലേറ്റ് പാനിപ്പൂരിയും മസാലപ്പൂരിയൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങൾ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തു, വരവൊക്കെ കണ്ടു. ഈ വരവെല്ലാം വീണ്ടും കാണിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഇതാ ഐസ്ക്രീമും അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോയി. സംഭവം എന്തായാലും അടിപൊളിയായിരുന്നു. പക്ഷെ കഴിഞ്ഞ വർഷത്തെ അത്ര ആൾക്കാരും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു, വരവും കുറവായിരുന്നു. 2 ദിവസം ഞങ്ങൾ നല്ലോണം അടിച്ചു പൊളിച്ചു. ഇനി ഒരു വർഷത്തെ കാത്തിരിപ്പാണ് അടുത്ത നേർച്ചയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.